ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ പെയേഴ്സ് അഥവാ ജോഡികൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 79 അപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പെയർ അഥവാ ജോഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇവിടെ ഫിഗറിൽ 2 ബോക്സ് തന്നിട്ടുണ്ട്. 2 ബോക്സിനകത്തും പേപ്പർ സ്ലിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ 1, 2, 3, 4 എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന 4 പേപ്പർ സ്ലിപ്പുകളും രണ്ടാമത്തെ ബോക്സിൽ 1, 2 എന്നെഴുതിയിരിക്കുന്ന 2 പേപ്പർ സ്ലിപ്പുകളാണ് ഉള്ളത്. ഇനി ഒരേ സമയം 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകളാണ് എടുക്കുന്നത്. ഒരേ സമയം 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ വീതം എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്ക് 1 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ബോക്സിൽ നിന്നും 1 എടുക്കാമല്ലോ. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം 2 എണ്ണം ഉണ്ട്, ഒരേ സമയം 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നതെന്ന്. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തിട്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കാമല്ലോ. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കാം. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 തന്നെ എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കാം. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 3 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കാമല്ലോ. അതേപോലെ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 3 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കാം. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 4 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കാം. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 4 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കാം. അപ്പോൾ ഇത്രയും പെയേഴ്സാണ് നമുക്ക് ആകെ കിട്ടുന്നത്. ഇനി നമ്മുടെ ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2ഉം ഒരേ സംഖ്യകൾ വരുന്ന കിട്ടാനുള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റി, ഇതാണ് സെയിം നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ ഇവിടെ സെയിം നമ്പേഴ്സ് വരാൻ ഏതൊക്കെയാണ് വരുന്നത്? 1 1 വരും, 2 2 വരും, വേറെ ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ടോട്ടൽ എത്ര ചാൻസസ് വന്നിട്ടുണ്ട്? ടോട്ടൽ പെയേഴ്സ് എത്ര വന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ ടോട്ടൽ 8 ചാൻസസ് ആണ് ഉള്ളത്. അതിനകത്ത് 2 എണ്ണമേ ഉള്ളൂ സെയിം നമ്പേഴ്സ് വരുന്നത്. ഇനി ഈ ടോട്ടൽ 8 എങ്ങനെ കിട്ടി എന്നൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ബോക്സിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ 2 നമ്പേഴ്സ് ഉണ്ട്. ഈ 4 × 2 അല്ലേ 8. അപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ നമ്പേഴ്സ്, ഇപ്പോൾ ഫസ്റ്റ് ബോക്സിനകത്ത് ഒരു 15 നമ്പേഴ്സും സെക്കൻഡ് ബോക്സിനകത്ത് 5 നമ്പേഴ്സും ഉണ്ടെങ്കിൽ അത്രയും പെയേഴ്സ് നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഈ 2 നമ്പേഴ്സ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 4 × 2 ആണ് 8. അതെപ്പോഴും ഓർത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സെയിം നമ്പേഴ്സ് വേണം. സെയിം നമ്പേഴ്സ് വരണമെങ്കിൽ ഇവിടെ ആകെ 2 ചാൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പേഴ്സ്, ഒരേ നമ്പേഴ്സ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 2/8 ആണ്. 2/8 എന്ന് പറയുന്നത് 1/4 ആണല്ലോ. നമുക്ക് ചുരുക്ക രൂപത്തിൽ എഴുതാം. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ കൂട്ടുമ്പോൾ ഇരട്ടസംഖ്യ വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 1 + 1 എന്താണ്? 2 ആണ്. ഇവിടെ വരുമ്പോഴോ 1 + 2 3 ആണ്. ഇവിടെ 2 + 1 3. ഇവിടെ 2 + 2 4. ഇവിടെ 3 + 1 4. 3 + 2 5. 4 + 1 5. 4 + 2 6. ഇവിടെ ഈവൻ നമ്പർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇരട്ടസംഖ്യ വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയുണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? അതായത് ടോട്ടൽ എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു 4 × 2 8 ആണ്. അതിനകത്ത് എത്ര എണ്ണവേ ഉള്ളൂ? ഈവൻ സം ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ ഈവൻ നമ്പർ വരുന്നത് 4 എണ്ണവേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എത്ര വന്നു? 4/8 എന്ന് പറഞ്ഞു. 4/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2.
2 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പേജ് നമ്പർ 80 ഫസ്റ്റും സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ചെയ്യാം. പേജ് നമ്പർ 80 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രജനി ഹാസ് 3 necklaces and 3 earrings of green, blue and red stones. In how many different ways can she wear them? What is the probability of her wearing a necklace and earrings of the same color? രണ്ടാമത്തെ പാട്ട് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഇവിടെ 3 നെക്ലേസും 3 ഇയറിങ്സും ഉണ്ട്. 3 കല്ലുമാലകളും കമ്മലുമാണ് ഉള്ളത്. കല്ലിൻ്റെ കളറുകൾ തന്നിട്ടുണ്ട്, ഗ്രീൻ, ബ്ലൂ, റെഡ്. അപ്പോൾ നമുക്ക് ഗ്രീനെ ജി എന്നും ഇടാം, ബ്ലൂവിനെ ബി എന്നും ഇടാം, ആറിനെ റെഡ് എന്നും ഇടാം. സെയിം കളർ വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം. രണ്ടാമത് ഡിഫറെൻറ്റ് കളേഴ്സ് വരാനുള്ള ചാൻസ്. നമുക്കതിന് ഇങ്ങനെ എഴുതാമല്ലോ, നെക്ലേസ് ഗ്രീനും ബ്ലൂവും റെഡും ഉണ്ട്, ഇയറിങ്സും ഗ്രീനും ബ്ലൂവും റെഡും ഉണ്ട്. നമുക്ക് ഓരോ പെയേഴ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നെക്ലേസ് ഗ്രീൻ എടുത്തുകൊണ്ട് ഇയറിങ്സും ഗ്രീൻ എടുക്കാമല്ലോ. പിന്നെ നെക്ലേസ് ഗ്രീൻ എടുത്തുകൊണ്ട് തന്നെ ഇയറിങ്സ് ബ്ലൂ എടുക്കുക. പിന്നെ അടുത്ത പെയർ എന്ന് പറഞ്ഞാൽ നെക്ലേസ് ഗ്രീൻ എടുത്തുകൊണ്ട് തന്നെ ഇയറിങ്സ് റെഡ് എടുക്കുക, കമ്മൽ ചുവന്നെടുക്കുക. ഇനി അടുത്ത മാല ബ്ലൂ ആക്കുക. മാല ബ്ലൂ ഫിക്സ് ചെയ്യുക, ഇയറിങ്സ് മാറി മാറി എടുക്കുക. ഇയറിങ്സ് പച്ച, അടുത്ത മാല ബ്ലൂ എടുത്തുകൊണ്ട് ഇയറിങ്സ് കമ്മലും ബ്ലൂ ആക്കുക. അടുത്ത മാല ബ്ലൂ എടുത്തുകൊണ്ട് ചുവന്ന കമ്മലാക്കുക. ഇനി നമുക്ക് റെഡിലേക്ക് പോവാം. മാല ചുവന്നതും കമ്മൽ ഗ്രീനും. അടുത്ത മാല ചുവന്നത് കമ്മൽ ബ്ലൂ. അടുത്ത മാല ചുവന്നത് കമ്മലും ചുവന്നത്. അപ്പോൾ ആകെ എത്ര പെയേഴ്സ് കിട്ടി? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ടോട്ടൽ പെയേഴ്സ് കാണുന്നത് നമുക്ക് പറഞ്ഞിരുന്നു. ഇപ്പം ഇവിടെ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാ പെയേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എത്രയാണ്? നെക്ലേസ് ആകെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഇൻറ്റു ഇയറിങ്സ് ആകെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പോൾ ടോട്ടൽ 9 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. നമുക്കിതൊന്ന് എണ്ണി നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടും സെയിം വരാനുള്ള സാധ്യത. രണ്ടും സെയിം ആയിട്ട് വരുന്നത് എവിടേക്കാണെന്ന് നോക്കിക്കേ. ഈ ഗ്രീനും ഗ്രീനും വരുന്നുണ്ട്, ബ്ലൂവും ബ്ലൂവും വരുന്നുണ്ട്, റെഡും റെഡും വരുന്നുണ്ട് അല്ലേ? രണ്ടും സെയിം ആവാനായിട്ട് അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് both as same color equal to 3 എണ്ണവേ സെയിം ആയിട്ടുള്ളൂ ബൈ ടോട്ടൽ 9. ഇത് 2 3ൻ്റെ ടേബിളിലുണ്ടല്ലോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ രണ്ടാമത്തെ എങ്ങനെ ഇത് എണ്ണി കണ്ടുപിടിക്കുകയും ചെയ്യാം, അല്ലാതെയും കണ്ടുപിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടോട്ടൽ എത്രയാണ്? 1 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് not getting the same color equal to 1/3. ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ 1 ആകുമ്പോൾ ബാക്കി 2/3. ഇനി ഇത് എണ്ണി നോക്കി കണ്ടുപിടിച്ചാലോ. ബാക്കി സെയിം അല്ലാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്ക്. ഈ ടിക്ക് ഇടാത്തതല്ലേ സെയിം അല്ലാത്ത. അപ്പോൾ ഒന്ന് നോക്കിക്കുക, 1 2 3 4 5 6. അപ്പോൾ 6 ടോട്ടൽ 9 അല്ലേ? ഇത് 2 3ൻ്റെ ടേബിളിലുണ്ടല്ലോ. 3 × 2 ആണ് 6, 3 × 3 ആണ് 9. കണ്ട സെയിം ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 80 ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാം. ചോദ്യം ഇതാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 4 slips numbered 1 2 3 4 and another box contains 2 slips numbered 1 and 2. If one slip is drawn from each box, what is the probability of the sum of the numbers being odd? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ബീങ് ഈവൻ? ഇപ്പം ഞാൻ ആ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണിത്. ആദ്യത്തെ ബോക്സിൽ 1 2 3 4 4 സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിനകത്ത് 2 സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സ്.
നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് ഒരേ സമയം ഓരോ ബോക്സിൽ നിന്നും ഓരോന്ന് വീതം, ഇഫ് വൺ സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഓരോ ബോക്സിൽ നിന്നും ഓരോ നമ്പർ വീതം എടുക്കുക ഒരേ സമയം തന്നെ. അപ്പം നമുക്ക് കിട്ടുന്ന ചാൻസുകൾ ആദ്യം എഴുതാം. ഏതൊക്കെ പെയേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തുകൊണ്ട് രണ്ടാമത്തെ ബോക്സിലും 1, ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 ഫിക്സ് ചെയ്യുക, രണ്ടാമത്തെ ബോക്സിൽ 2. ഇനി ആദ്യത്തെ ബോക്സിൽ നിന്ന് 2 ആക്കുക, 2 1 2 2. ഇനി ആദ്യത്തെ ബോക്സിൽ നിന്ന് 3 1 3 2. ആദ്യത്തെ ബോക്സിൽ നിന്ന് 4, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1, ആദ്യത്തെ ബോക്സിൽ നിന്ന് 4, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ ബോക്സിൽ 4 എണ്ണം ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 4 × 2 ആണ്. 4 × 2 = 8 ആണ്. ഇനി നമുക്ക് വേണ്ട ഒന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബീങ് ഓഡ്. അപ്പോൾ ഈ നമ്പേഴ്സ് ഓരോ പെയറിലെയും നമ്പേഴ്സ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? ഓഡ് കിട്ടണം, ഒറ്റ സംഖ്യ കിട്ടണം. അങ്ങനെയുള്ള പെയേഴ്സിൻ്റെ സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ കൂട്ടി നോക്കുക. ഒന്നും കൂടെ കൂട്ടുമ്പോൾ 2. ഇവിടെ 1ഉം 2ഉം കൂടെ കൂട്ടുക. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3. ഇനി ഇവിടെ 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 3. നമുക്ക് എല്ലാ പെയറിലും കൂട്ടി എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൂട്ടുമ്പോൾ കൂട്ടിക്കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, ആ കൂട്ടിയ ആൻസറിൽ ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ കിട്ടിയതൊക്കെ മാർക്ക് ചെയ്യാം. ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്. 4 ഇടത്താണ് ഒറ്റ സംഖ്യ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ പ്രോബബിലിറ്റി = 4/, ടോട്ടൽ 8 ആണ്. 4/8 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി രണ്ടാമത്തെ ആൻസർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് എണ്ണി നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബാക്കിയുള്ള 1/2 ആണ് ആൻസർ വരുന്നത്. എന്നാലും നമുക്ക് നോക്കാം. 1 2 3 4, അതായത് ടിക്കില്ലാത്തത്, അതും 4/8. അപ്പോൾ രണ്ടാമത്തെ ആൻസറും 4/8 തന്നെയാണ്, അതായത് 1/2 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: എ ബോക്സ് കണ്ടെയ്ൻസ് 4 slips numbered 1 2 3 4 and another box contains 3 slips numbered 1 2 3. If one slip is drawn from each box, what is the probability of the product of the numbers being odd? രണ്ടാമത്തെ പാർട്ട്, what is the probability of the product being even? രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? സമ്മായിരുന്നു. കൂട്ടുമ്പം ഒറ്റ സംഖ്യയും കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യയും കിട്ടുന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിൽ. ഇവിടെ ഗുണിക്കുമ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതും ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ആദ്യം പെയേഴ്സ് ഉണ്ടാക്കാം. ടോട്ടൽ എത്ര പെയേഴ്സ് ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ. ഇവിടെ ഞാൻ എല്ലാ പെയേഴ്സും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം, എത്ര പെയേഴ്സ് വരുമെന്ന് നോക്കാം. ബിഗ് ബോക്സിൽ 4 നമ്പേർഡ് സ്ലിപ്പും സ്മോൾ ബോക്സിൽ 3 നമ്പേർഡ് സ്ലിപ്പുമാണ്. അപ്പോൾ ടോട്ടൽ 4 × 3 = 12 പെയേഴ്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് = 12. ഇനി നമുക്കൊന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കുമ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. കറക്റ്റ് ആയല്ലോ. ഇനി നമ്മളോട് ആദ്യത്തെ ചോദിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഓഡ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇവിടെ പ്രോഡക്റ്റ് 1 × 2 എന്ന് പറയുന്നത് 2, 1 × 3 എന്ന് പറയുമ്പോൾ 3, 2 × 1 2. നമുക്ക് എല്ലാത്തിൻ്റെ പ്രോഡക്റ്റ് കാണാം. ഇവിടെ എല്ലാത്തിൻ്റെ പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള സാധ്യത, പ്രോഡക്റ്റ് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ആസ് ഓഡ്. ഞാൻ നീട്ടി എഴുതുന്നില്ല, ഇത്ര എഴുതുന്നുള്ളൂ. അപ്പോൾ ഓഡ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വന്നിരിക്കുന്നത് ഇവിടെ 4 ഇടത്താണ് ഒറ്റ സംഖ്യ വന്നിരിക്കുന്നത്. അപ്പോൾ 4/, ടോട്ടൽ 12. നമുക്കറിയാം 4ൻ്റെ ടേബിളിൽ 4ഉം 12ഉം ഉണ്ട്. അപ്പോൾ
അപ്പോൾ 1/3 എന്ന് ആൻസർ കിട്ടി. ഇന്ന് രണ്ടാമത് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ആസ് ഈവൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗുണനഫലം ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ ബാക്കിയുള്ളതാണല്ലോ ഇരട്ട സംഖ്യ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 1/3 വന്നാൽ ബാക്കി എത്ര വന്ന് 2/3. ഈ 2 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ടോട്ടൽ 3യിൽ നിന്ന് 1 അങ്ങ് കുറച്ചാൽ മതി. ടോട്ടൽ 3യിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടി. ഡിനോമിനേറ്റർ സെയിം. അപ്പോൾ 2/3 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനി നാലാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്: ഫ്രം ഓൾ 2-digit numbers using only the digits 1, 2 and 3, one number is chosen. ഇതിൽ രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം. രണ്ടാമത്തെ പാർട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ബീയിങ് 4. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 ആണ്. പക്ഷേ നമുക്ക് 2-digit നമ്പേഴ്സ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ചാൻസസ് ഏതൊക്കെയാണ്? 2-digit നമ്പറാണ് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് 1ഉം 2ഉം 3ഉം ആണ്. അല്ല, ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട് 2-digit നമ്പേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ 1നെ ഫിക്സ് ചെയ്യുന്നു. 1, 11 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് 12 എന്നുള്ള നമ്പർ എടുക്കാം. പിന്നെ 13 എന്നുള്ള നമ്പർ എടുക്കാം, അല്ലേ? അതേപോലെ 21, 22, 23. പിന്നുള്ളത് ഏതാണ്? 31, 32, 33. ഇവിടെ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് 2 അക്കങ്ങളും സെയിം ആയിട്ട് വരുന്നത്, അതിൻ്റെ സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 അക്കങ്ങൾ സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 11ഉം 22ഉം 33ഉം അല്ലേ ഉള്ളൂ. ആകെ എത്ര ചാൻസസ് ഉണ്ട്? ആകെ എത്ര പെയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 പെയേഴ്സാണ്. അപ്പോൾ ടോട്ടൽ 9 ആണ്. നമുക്ക് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ ഡിജിറ്റ്സ് ബീയിങ് സെയിം. 2 അക്കങ്ങളും സെയിം ആയിട്ട് വരുന്നത് 3 ആണ് ബൈ ടോട്ടൽ 9. 3/9 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4 ആയിരിക്കണം. അപ്പം നമുക്കിവിടെ സം കണ്ടുപിടിക്കണം. കൂട്ടി നോക്കാം. 1 + 1. ഓരോ പെയറും നമുക്ക് നമ്പേഴ്സ് നമുക്ക് കൂട്ടി നോക്കാം. അതിൽ 4 വരുന്നതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതാ ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട്, അല്ലേ? അതേപോലെ എവിടെയൊക്കെ 4 വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കുക. ഇവിടെ 4 വന്നിരിക്കുന്നത് ആകെ 3 മാത്രമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 4. തുക 4 വരാനുള്ള സാധ്യത ഈക്വൽ ടു 3/9. 3/9 എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി 5ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്: എ ഗെയിം ഫോർ 2 players. Before starting, each player has to decide whether he wants an odd number or an even number. Then both raise some fingers of one hand at the same time. If the sum of numbers of fingers is odd, the one who chose odd number at the beginning wins. If even, the one who chose even number wins. Which is the better choice at the beginning, odd or even? അതായത് ഇവിടെ 2 പ്ലെയേഴ്സ് ഉണ്ട്, ഒരു ഗെയിമാണ്. ഇപ്പോൾ 2 പ്ലെയേഴ്സിൽ ഒരാൾ ഓഡ് സെലക്ട് ചെയ്യണം, ഒരാൾ ഈവൻ സെലക്ട് ചെയ്യണം, ഒരാൾ ഒറ്റ സംഖ്യയും സെലക്ട് ചെയ്യണം, ഒരാൾ ഇരട്ട സംഖ്യയും സെലക്ട് ചെയ്യണം. ഒരേ സമയം തന്നെ 2 പേരും കയ്യിലെ ഫിംഗേഴ്സ് കുറച്ച് നമ്പേഴ്സ് കാണിക്കും. അത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഓടാണെങ്കിൽ ഓഡ് പറഞ്ഞയാൾ ജയിച്ചു. കൂട്ടുമ്പോൾ കിട്ടുന്നത് ഈവൻ ആണെങ്കിൽ ഈവൻ പറഞ്ഞയാൾ ജയിച്ചു. ഇവിടെ ഏതാണ് ബെറ്റർ ചോയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ഇതേതാണ്? ഓടാണോ ഈവൻ ആണോ, ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പ്ലെയേഴ്സിനെ എന്നും ബി എന്നും കൊടുക്കാം.
ഞാൻ ഓരോ പെയറും എഴുതുമ്പോഴും ആദ്യം എഴുതുന്നത് പ്ലെയർ എയുടേതും രണ്ടാമത് എഴുതുന്ന പ്ലെയർ ബിയുടേതുമാണ്. അപ്പോൾ ആദ്യത്തെ പ്ലെയർ 1 സെലക്ട് ചെയ്തു, രണ്ടാമത്തെ പ്ലെയറിന് 1 സെലക്ട് ചെയ്യാമല്ലോ. അതായത് ഒരു ഫിംഗർ കാണിക്കാം. ആദ്യത്തെ പ്ലെയർ 1 തന്നെ എടുത്തു, രണ്ടാമത്തെ പ്ലെയറിന് 2 എടുക്കാമല്ലോ. ആദ്യത്തെ പ്ലെയറിന് 1 എടുക്കാം, രണ്ടാമത്തെ പ്ലെയറിന് 3 എടുക്കാം. മാക്സിമം എവിടം വരെ പോകാം? നമുക്കറിയാം ഒരു ഹാൻഡിൽ 5 ഫിംഗേഴ്സേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്ലെയറായ എയുടേത് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ പ്ലെയറിന് ഡിഫറൻറ്റ് കൊടുത്തു. ഇനി എക്ക് 2 കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് 5 വരെ എഴുതാമല്ലോ. നമ്മൾ ഓരോ ചാൻസസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഒരു പെയർ പോലും മിസ്സാവത്തില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര പെയേഴ്സ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമുണ്ട്. ആദ്യത്തെ പ്ലെയറിന് മാക്സിമം 5 വരെയുള്ള ഒരു ഹാൻഡിൽ 5 ഫിംഗേഴ്സ് വരെയല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വരുന്നത് ആദ്യത്തെ പ്ലെയറും 5, രണ്ടാമത്തെ പ്ലെയറും 5 വരെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ പെയേഴ്സും നമ്മളിവിടെ എഴുതി. ഇവിടെ ടോട്ടൽ എത്ര പെയേഴ്സ് ഉണ്ട് നമുക്കറിയാം. 25 പെയേഴ്സാണ് ടോട്ടൽ ഉള്ളത് ആണല്ലോ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന സമ്മ് ഓഡാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ പ്ലെയർ ഓഡ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ പ്ലെയർ ഈവനും സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഡ് വരുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇപ്പം 2 + 1 ഇത് ഓഡാണ്, ഇതും ഓഡാണ്. നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതെല്ലാം ഓഡാണ്. ഇത്ര ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പെയേഴ്സാണ് ഓഡായിട്ട് വരുന്നത്. അപ്പോൾ സമ്മ് ഓഡായിട്ട് വരുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് ഓഡ്, കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എണ്ണമാണ് കൂട്ടുമ്പോൾ ഓഡ് വരാനുള്ള സാധ്യത. അപ്പോൾ കൂട്ടുമ്പോൾ ഈവൻ വരാനുള്ള സാധ്യതയോ നമുക്ക് മറ്റൊന്ന് കുറച്ചാൽ മതിയല്ലോ. ഈവൻ വരാനായിട്ട് ആകെ 13 സാധ്യതയുണ്ട്. 13/25. ഇതിലേതാണ് നല്ല ചാൻസ്? ഏതാ ബെറ്റർ ചോയ്സ്? ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ന്യൂമറേറ്റർ വലുത്, അതായത് അംശം വലിയ സംഖ്യ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഈവൻ്റെ ചാൻസ് ആണ് ബെറ്റർ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മോർ പെയേഴ്സിനെ പറ്റി പഠിക്കാം.